ഞങ്ങൾ ദുശാഠ്യക്കാരാണ്. ഞങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് ഈ ദിവ്യ രഹസ്യത്തെ നിന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ക്ഷമിച്ച് നീ ഞങ്ങളോടൊപ്പം വരണം. പുറപ്പാട് പുസ്തകം 32, 33, 34 അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ വിമോചന ചരിത്രത്തിലെ ഒരു കറുത്ത ഏടെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ദൈവത്തിൻ്റെ വിമോചനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അവർ വിശ്വസ്തരായിരുന്നില്ല. പലതവണ അവർ മറുതലിച്ചിട്ടുണ്ട്. പക്ഷേ ആ മറുതലിച്ചതിൻ്റെ മൂർധന്യം ദൈവത്തിൻ്റെ വിശുദ്ധ മലയിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു എന്നതാണ്. ആ തീവ്രമായ അവിശ്വസ്തതയുടെ സമാപനത്തിൽ അവരുടെ അസ്തിത്വം മരുഭൂമിയിൽ അസ്തമിക്കുന്ന ആ മുഹൂർത്തത്തിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുവാനായിട്ട് ഇസ്രായേലിൻ്റെ നേതാവായ മോസസിന് കഴിഞ്ഞു. ആ നിലവിളിക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ്, ഞാൻ നിൻ്റെ മുമ്പിൽ വന്നു നിൽക്കാം, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്താം. അങ്ങനെ ആ നിലവിളിക്ക് ദൈവം കൊടുത്ത ഉത്തരമാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയത്.